എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നകുലൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഓണസദ്യയുടെ ഭാഗമായി ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അവിയലാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുൻപേ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കായ 1-2 എടുത്ത് മഞ്ഞൾ വെള്ളത്തിലിട്ട് കറ കളഞ്ഞതിന് ശേഷം നല്ലപോലെ വെള്ളത്തിൽ കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ. എന്നിട്ടത് നീളത്തിൽ അരിയുക. ചേനയാണ് അടുത്തത്. ക്യാരറ്റിന് പകരം ഇനി ക്യാരറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഴുത്ത മത്തൻ്റെ ഒരു ചെറിയ കഷ്ണം വേണമെങ്കിൽ എടുക്കാം. പയർ, ഇത് മുരിങ്ങക്കായാണ്. മുരിങ്ങക്കായ നല്ല വണ്ണുള്ളതാണെങ്കിൽ ഒന്ന് നെടുകെ പൊളിക്കണം, ചെറുതാണെങ്കിൽ പൊളിക്കേണ്ട ആവശ്യമില്ല. കുമ്പളങ്ങ, അത് വളരെ കുറച്ച് എടുത്താൽ മതി, മറ്റുള്ളതിനെക്കാട്ടിലും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചെടുത്താൽ മതി, കാരണം അല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കും. കയ്പയ്ക്കടിന് എടുത്ത കഷ്ണം, ഇത് ചെറിയൊരു കഷ്ണം മതി, കയ്പ് മുന്തി നിൽക്കാൻ പാടില്ല, വളരെ ചെറിയൊരു കഷ്ണം എടുത്താൽ മതി. ഇനി അരപ്പിനുള്ളതാണ്. പച്ചമുളക് 4-5 എരിവിനനുസരിച്ച് എടുക്കാം നിങ്ങൾക്ക്. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, നാളികേരം 1 കപ്പ്, കറിവേപ്പില ആവശ്യത്തിന്, വെളിച്ചെണ്ണ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ അവസാനം കറിയിൽ ഒഴിക്കാനുള്ളതാണ്. കഷ്ണങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് കുക്കറിൽ വയ്ക്കുമ്പം ചേന കഷ്ണം കുറച്ച് അടിയിൽ ഇടുകയാണ് നല്ലത്, ബാക്കിയുള്ള കഷ്ണം മേലെ ഇടുകയാണ് നല്ലത്. മുരിങ്ങക്കായ ഏറ്റവും മുകളിലിടണം, അല്ലെങ്കിൽ അത് അളിഞ്ഞു പോകും. കഷ്ണങ്ങൾ കുക്കറിൽ വയ്ക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി 1/2 അല്ലെങ്കിൽ 3/4 നിറത്തിനനുസരിച്ച്, ഉപ്പ് കുറച്ചിട്ടിട്ടുണ്ട് ഇപ്പം, പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. വെള്ളം ഒരു ഗ്ലാസിൻ്റെ 1/4 ഭാഗത്തോളം തന്നെ ഒഴിച്ചാൽ മതി. 2 പച്ചമുളക് കൂടി കീറിയിട്ടുണ്ട്. ബാക്കി 3 അല്ലെങ്കിൽ 4 നമ്മൾ അരപ്പിൻ്റെ കൂടെയാണ് ചതയ്ക്കാൻ പോണത്. ഇനി കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് അത് ഒരു വിസിൽ തന്നെ വരണ്ട. ഒരു വിസിൽ വരാൻ നേരത്തുള്ള ശബ്ദം കേൾക്കുമ്പോഴേ നമ്മൾ ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി അവിയലേക്ക് നമുക്കൊന്ന് അരച്ചെടുക്കാം. നാളികേരത്തിൻ്റെ കൂടെ ഞാനൊരു 3 പച്ചമുളക് കൂടി കൂട്ടി ചതച്ചെടുക്കുന്നുണ്ട്. കറിവേപ്പില ഇടുന്നുണ്ട്. ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് നിറം മാറാൻ ഇടുന്നുണ്ട്. വിസിൽ വരാനായിട്ടുണ്ട്. ഈ സമയത്ത് ഞാനത് ഓഫ് ചെയ്യാണ്. കഷ്ണം നല്ല പാകമായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ് ചേർക്കാം. അവിയലിൻ്റെ കഷ്ണങ്ങൾ ഞാനൊരു പരന്ന ചട്ടിയിലേക്കാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കതൊരു ആദ്യം തൈരാണ് ഞാൻ ചേർക്കണത്. ഉപ്പില്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് കൂട്ടി കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ആവി കയറ്റാം. ഒന്ന് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് ചേർത്തിട്ട് ഒന്ന് താക്കിയെടുക്കാം. കഷ്ണങ്ങൾ ഉടയ്ക്കാതെ വേണം നമ്മൾ ഇളക്കി കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ 2 ഭാഗം പിടിച്ചിട്ടൊന്നിങ്ങനെ കുലുക്കി കൊടുത്താലും 2 ഭാഗം പിടിച്ചിട്ടൊന്നിങ്ങനെ കുലുക്കി കൊടുത്താലും മതി. അപ്പോൾ അരപ്പെല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അപ്പം ഓഫ് ചെയ്യാണ്. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, ഒരു 1.5 ടീസ്പൂൺ. ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഓണസദ്യക്ക് ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ബൈ.